നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ KP ശങ്കരദാസ് സമർപ്പിച്ചിരുന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ദൈവത്തെപ്പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു. ശങ്കരദാസ് ഇതേ തുടർന്ന് ഹർജി പിൻവലിച്ചു. നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം കുഴികൾ നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ നവീകരണം എത്രയും വേഗം നടത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രിയദർശിനിയുടെ ആദ്യ ഫോണിൻ പ്രോഗ്രാമിൽ ജനശബ്ദമുയർന്നു. നായശല്യവും തെരുവ് വിളക്കുകൾ കത്താത്തതും പ്രധാന പരാതികളായി നാട്ടുകാർ ഉന്നയിച്ചു. കരമന കളീക്കാവിള അന്തർ സംസ്ഥാന പാതയിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നില്ല. തിരക്കുകൾ ഉള്ള സമയം യാത്രക്കാർ ബുദ്ധിമുട്ടിലാണെന്നും ചീറിപ്പായുന്ന വാഹനങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പരാതി. തൈറോയിഡ് സർജറിക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ ഉടൻ കേസ് ഫയൽ ചെയ്യുമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള ആദ്യ റൗണ്ട് ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന് ACIയുടെ ലെവൽ 3 എയർപോർട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് അക്രഡിറ്റേഷൻ ലഭിച്ചു. പുതിയ സംവിധാനങ്ങളും അടിസ്ഥാന സേവന നിലവാരം മെച്ചപ്പെടുത്തിയതുമാണ് അക്രഡിറ്റേഷന് പരിഗണിച്ചത്. ശബരിമലയെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കാലങ്ങളായി ശ്രമിക്കുന്നുവെന്നും അതാണ് സ്വർണ്ണക്കൊള്ളയിൽ എത്തി നിൽക്കുന്നതെന്നും ദേശീയ മുന്നാക്ക സമുദായ ഐക്യവേദി ചെയർമാൻ കാഞ്ഞിക്കൽ രാമചന്ദ്രൻ നായർ പറഞ്ഞു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൌൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൌൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. കേരളത്തിന് ഒരു അമൃത് ഭാരത് ട്രെയിനും 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും അനുവദിക്കും. ഏപ്രിൽ 2ാം വാരമായിരിക്കും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ സുരേഷ് കൽമാടി അന്തരിച്ചു. പൂനെയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ CPMലെ VK പ്രശാന്ത് തുടർന്നും മത്സരിക്കും. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K. മുരളീധരനുമായിരിക്കും. ഇതോടെ ഇവിടെ തീപാറുന്ന ത്രികോണ മത്സരമായിരിക്കുമെന്ന് ഉറപ്പായി. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.